ഡീസൽ വേണ്ടവർക്ക് നേരെ ഇങ്ങോട്ട് വരാം. വെറും 7000 കിലോമീറ്റർ ഓടി 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ടോപ്പ് ആൻഡ് വാഹനമാണ്. ഒന്നും നിങ്ങൾ അഡീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണ്. അതും ഓട്ടോമാറ്റിക് ആണ്. ട്രാഫിക് കിടന്നിട്ട് കാലുവേദനിക്കുന്ന പ്രശ്നമൊന്നുമില്ല. സ്മൂത്തായിട്ട് ഓടിച്ചു പോവാം. ഓക്കെ, ഇപ്പം അനുഭവിച്ചിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞത്, വേറെ ഒന്നല്ല. 2022 2 വർഷം കൊണ്ട് വെറും 6000. അടുത്ത ലോ കിലോമീറ്റർ. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണോ? ലോ കിലോമീറ്റർ ആണ് ഇന്നത്തെ സ്പെഷ്യൽ. അതെ, ഈ ക്രെറ്റയുടെ സ്ഥാനത്ത് നമ്മൾ കാണിക്കേണ്ടിയിരുന്നത് ആ ലെജൻഡർ ആയിരുന്നു. പുറകിൽ കാണുന്നില്ലേ? പക്ഷേ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ, അതേപോലെ തന്നെ ഒരു കിഡിലൻ ഗിവ് അവേ എല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നൊരു എപ്പിസോഡിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. മധുരയുടെ ഷോറൂം ഷമീസ് കാസാണ്. ഷമീർക്കെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. സുഖല്ലേ? സന്തോഷം. ഓക്കെ, അപ്പോൾ വരാൻ പോകുന്നത് ഷമീസ് കാസിൻ്റെ ഈ ഒരു ഷോറൂമിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി, അതേപോലെ തന്നെ ഓണം, ഇതെല്ലാം സംബന്ധിച്ച്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ 25 വർഷമായി ഷമീർ ക ഈ ഒരു ഫീൽഡിൽ സിൽവർ ജൂബിലി ആഘോഷം, അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഷോറൂമിൻ്റെ ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിൽ മാങ്കാവാണ്. മാങ്കാവ് തിരുവണ്ണൂരിനടുത്തായിട്ട് ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷമീസ് കാസ് നിങ്ങൾക്ക് കാണാം. ഒരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഷമീർക്ക് തന്നെ പറയട്ടെ. എന്താണ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് ഒന്ന് പറയോ? ബേസിക് നമ്മൾ ഓഫർ എന്ന് വെച്ചാൽ ക്വാളിറ്റി കാറുകൾ അട്രാക്റ്റീവ് പ്രൈസിൽ കൊടുക്കലാണ്. അതാണ് ഏറ്റവും നല്ല ഓഫർ. അത് ഓണത്തിന് പ്രൈസ് ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ടിട്ട്. ഓക്കെ. രണ്ടാമത്തത് പിന്നെ നമ്മളെ ഓണത്തിനുപരിയായിട്ട് നമ്മളെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഷോറൂമിന്റെ ഈ ഷോറൂം ആനിവേഴ്സറി, ഫസ്റ്റ് ആനിവേഴ്സറി. പിന്നെ നമ്മളെ യൂസ്ഡ് കാർ ഈ ബിസിനസ് രംഗത്ത് വന്നിട്ട് 25ാമത്തെ വർഷമാണ്. നമ്മളൊരു സിൽവർ ജൂബിലി ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ട്. ഇതിന് ശേഷം നമ്മൾ പറയുന്നത് ഒരു ബിഗ് ഗിവ് അവേ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ച് നമുക്കൊരു ഗിവ് അവേ പ്രതീക്ഷിക്കാം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്. എന്നാലും ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ചിട്ട് നമ്മളുടെ നിന്ന് വണ്ടി വാങ്ങിക്കുന്ന എല്ലാവർക്കും അഷ്യൂർഡ് ഗിഫ്റ്റ് പ്ലസ് ലക്കി ഡിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മളത് പിന്നെയും പറയുന്നത് അതിലുപരിയായിട്ട് ഗിഫ്റ്റ് എന്നുള്ളതൊക്കെ ഒരു അട്രാക്ഷൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ അടുത്തുള്ള അട്രാക്ഷൻ മെയിൻ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ക്വാളിറ്റി വെഹിക്കിൾ അട്രാക്റ്റീവ് പ്രൈസിൽ കൊടുക്കുക. നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. അതെ, അതാണ് ഫസ്റ്റ്. ക്വാളിറ്റി വിട്ട് കളിയില്ല, അട്രാക്റ്റീവ് പ്രൈസിൽ. അതാണ് ഏറ്റവും വലിയ ഓഫർ. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് തരിക. വീഡിയോയിലോട്ട് പോകാം അല്ലേ? റൈറ്റ്. ഓക്കെ. ആദ്യ വാഹനം നമുക്കൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ തുടങ്ങാം. മെർസിഡസ് ബെൻസിൻ്റെ GLC 300D കൂപ്പയാണ്. കൂപ്പ ടൈപ്പ് വരുന്ന വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ നമ്മളിത് ഇതുവരെ കാണിച്ചില്ല അല്ലേ ഇവിടെ? ഓക്കെ, ഒരു യൂണിക് വാഹനം അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡൽ GLC 300D കൂപ്പ. ഓക്കെ, ഡീസലാണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് വെറും 7000 മാത്രം. 7000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അതെ. വാറണ്ടി അങ്ങനെ എന്തെങ്കിലും കമ്പനി 2025 വരെ വാറണ്ടി ഉണ്ട്. 25 അടുത്ത വർഷം വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ സർവീസ് വന്നിട്ട് അഡ്വാൻസ് ആയിട്ട് ടൈം വൈസ് വെച്ച് സർവീസും ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് വന്ന് 2025 വരെ ഉണ്ട്. 25 വരെ ഇൻഷുറൻസിൽ നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ എടുക്കുന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ പുതിയൊരു വണ്ടി നോക്കാൻ പോവുകയാണെങ്കിൽ ഇത്രയും ലോ കിലോമീറ്ററിലൊരു വാഹനം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ന്യൂ ഷേപ്പിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടില്ല? ഇതിപ്പോ ഡീസലില്ല, ഡീസൽ വണ്ടി ഇല്ല. അപ്പൊ ഡീസൽ കിട്ടുന്നവർക്ക് ഡിമാൻഡുള്ള സാധനമാണ്. ഡീസൽ വേണ്ടവർക്ക് നേരെ ഇങ്ങോട്ട് വരാം. വെറും 7000 കിലോമീറ്റർ ഓടി 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. കൂപ്പയിൽ വരുന്ന വണ്ടികൾ കൂടുതലും പെട്രോളിലാണ് ഉണ്ടാവുന്നത്. ഡീസലിന് വളരെ റയറായി കുറവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു ഇതിൽ ലഭിക്കാൻ പോകുന്നത്. ഡീസലിലേക്ക് വരുമ്പോഴുള്ള ബെനിഫിറ്റ് മൈലേജ് തന്നെയായിരിക്കും. അത് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ഏകദേശം എൻ്റെ ഇവിടെ ഒരു 12ന്റെ മുകളിൽ 13 മൈലേജ് കിട്ടും. ആ റേഞ്ചിൽ കിട്ടും. ഓക്കെ, അതാണ് ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. പുതിയ ഇറങ്ങുമ്പോൾ ഏകദേശം അറൗണ്ട് 95 lakhs, 95 ലക്ഷം വരുന്നത് അല്ലേ? ഇപ്പം എത്ര ഉണ്ട് ഇതിന്? 77 ലക്ഷം ഇപ്പം ചോദിക്കുന്നത്. അതായത് വെറും 7000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ഇങ്ങനെ ഒരു വണ്ടി ഇപ്പൊ കിട്ടുന്നില്ല ഡീസലിൽ അല്ലേ? അപ്പോൾ ഒന്നും നോക്കണ്ട, പോന്നോ എടുക്കാൻ ഉദ്ദേശിക്കാതെ ഇങ്ങ് പോകുന്നുള്ളൂ. ഒന്നും നോക്കാനില്ല. ലോൺ എത്ര കയറും? ലോൺ അറൗണ്ട് ഒരു 65 to 70, 65 അറൗണ്ട് 65-70 വരെ കയറാൻ ചാൻസ്. അപ്പോൾ ഒരു അറൗണ്ട് എത്രയാ, ഒരു 10 ജോഡ കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ സ്പെഷ്യൽ ഓഫർ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു 7 സീറ്റർ വാഹനമാണ് ഇന്നോവ ക്രിസ്റ്റ KL 38 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഷമീർക്ക് ഇതിന്റെ കാര്യങ്ങൾ? 2017 മോഡൽ ഇന്നോവ ക്രിസ്റ്റ GX 7 സീറ്റർ, 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർ.
സെക്കൻഡ് ഓണർഷിപ്പിൽ 17,91,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. പമ്പറിന്റെ ചെപ്പ് മാത്രമുണ്ട്, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരും. അതേപോലെ തന്നെ അലോയ്സ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നല്ല അടിപൊളി ടയർസ് ആണ്, പുതിയ ടയർസ് ആണ് ഫ്രണ്ട്. പുറകിലും ഒരു 70% ടയർസ് ഒക്കെ ലഭ്യമാണ്. കഴിഞ്ഞ വീഡിയോ ഒരു കമന്റ് വന്നിരുന്നു, നീ ഇങ്ങനെ ടയറിന്റെ സൈസ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറയുന്ന ഇക്വേഷൻ ഉണ്ടോ എന്ന്. അതിനൊരു കൗണ്ടർ കമന്റ് (MC²). ഒന്നുമല്ല, വെറുതെ കാണുന്നവർ കണ്ട് പരിചയിച്ചൊരു പരിചയത്തിന്റെ പോലെ പറയുന്നത്. എക്സ്പീരിയൻസ് വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാ? നമ്മള് ചോദിച്ചിരുന്ന വില 16 ലക്ഷത്തിന് മുകളിലായിരുന്നു. നമ്മൾ ഓണം ഓഫർ വെച്ചിട്ട് 16,30,000 രൂപ. എത്ര? 16,30,000 രൂപയ്ക്ക് 2017 ഒറിജിനൽ കേരള വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം, സ്വന്തമാക്കാം. അത്രേ ഉള്ളൂ. ലോണും ഒരു 90% ലോൺ കിട്ടും. അടുത്തത് ഗ്രാൻഡ് വിറ്റാരയാണ്, മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര. എങ്ങനെയാ കാര്യങ്ങൾ? 2023 മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഫുള്ളി ഹൈബ്രിഡ് വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് അൽഫ ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക് അൽഫ ടോപ്പ് എൻഡ് വാഹനമാണ്. ഒന്നും നിങ്ങൾ അഡീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണ്. വാറണ്ടിയോ? കമ്പനി വാറണ്ടി ഇപ്പോൾ 2023-2026 വരെ വാറണ്ടി വരും. 3 വർഷം കൊടുക്കുന്നുണ്ടല്ല. 26 വരെ അണ്ടർ വാറണ്ടി. എത്ര കിലോമീറ്റർ? ഒരു 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ഷോറൂം കണ്ടീഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇതും. നമ്മൾ ഫസ്റ്റ് കണ്ടത് 7,000 ഓടിയത്, ഇതിപ്പോൾ 6,000 അല്ലേ, ലോ കിലോമീറ്റർ ആണ്. പിന്നെ ഓടിയത് ക്രിസ്റ്റയാണ്, അത് പിന്നെ ഓടും, കിടന്നോടാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, ഒന്നും പറയാനില്ല, അണ്ടർ വാറണ്ടിയാണ്. അപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് പോയ വണ്ടിയാണ്, ഉറപ്പിക്കാം. ഷോറൂം കണ്ടീഷനുള്ള വെഹിക്കിൾ. അതെ, എത്ര കൊടുക്കുക ഇത്? നമ്മൾ ഈ ഓണം ഓഫർ പോണിച്ചിട്ട് നമുക്ക് 20,95,000 രൂപ. 20,95,000-ന് 2023 ആൽഫ ഓട്ടോമാറ്റിക് ഗ്രാൻഡ് വിറ്റാര കൊണ്ടുപോകാം. ഓക്കെ, ലോണ് 90% 20 ലക്ഷം വരെ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് കിയ സോണറ്റ് ആണ് അടുത്തത്. KL 55 തിരൂർ രജിസ്ട്രേഷൻ വാഹനം. ഈ ഒരു ഏരിയയിൽ അധികം സോണറ്റ് തന്നെ ഉണ്ടാവില്ല. മൈലേജ് കിട്ടുന്ന ഡീസൽ ഡീസലാണ്, ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സോണറ്റ് ആണ്. എങ്ങനെയാ മോഡൽ കാര്യങ്ങളൊക്കെ? 2021 സോണറ്റ് HTK എന്ന വേരിയന്റ്, ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. ഓക്കെ, 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്കിൽ. നല്ല മൈലേജ് കിട്ടുന്നൊരു IMT ആണോ അതോ ഒറിജിനൽ ഫുള്ളി ഓട്ടോമാറ്റിക്? ഓക്കെ, IMT എന്ന് വെച്ചാൽ നമുക്ക് ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റി കളിക്കാം. പക്ഷേ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. നല്ല മൈലേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ക്ലെയിമോ കാര്യമൊന്നുമില്ല. വാറണ്ടി എക്സ്ട്രാ അങ്ങനത്തെ വാറണ്ടി ഇല്ല, എക്സ്ട്രാ വാറണ്ടി കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. എത്ര കൊടുക്കുക ഇത്? നമുക്ക് വന്നിട്ട് സ്പെഷ്യലായിട്ട് 11,45,000 രൂപ കൊടുക്കാം. 11,45,000-ന് 2021 ഡീസൽ ഓട്ടോമാറ്റിക് HTK കിയ സോണറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. മൈലേജ് ഉള്ളൊരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. അതും ഓട്ടോമാറ്റിക്കാണ്. ട്രാഫിക് കിടന്നിട്ട് കാലുവേദനിക്കുന്ന വർഷമൊന്നുമില്ല, സ്മൂത്തായിട്ട് ഓടിച്ചു പോകാം. ഓക്കെ, ഇപ്പം അനുഭവിച്ചിട്ട് വരാം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞത്, വേറെ ഒന്നല്ല. ഇതിന് നമുക്ക് ഓട്ടോമാറ്റിക് കല്യാണത്തിലേക്ക് നമുക്ക് റെഡി ആക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോണ് 10 ലക്ഷം ഈസി കിട്ടും. 10 ലക്ഷം കിട്ടും അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വാഹനവും ഒരു കോമ്പാക്ട് SUV തന്നെയാണ്. MGയുടെ മോറിസ് ഗാരേജ് ആസ്ട്ര ആണ് വാഹനം. ആസ്ട്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതാണ്, ഗ്രില്ല്. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? 2022 മോഡല്. ഓക്കെ, MGയുടെ ZS എന്ന ബൈക്കിലാണ്. വെറും 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 2 വർഷം കൊണ്ട് വെറും 6,000. അടുത്ത ലോ കിലോമീറ്റർ. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണോ? ലോ കിലോമീറ്റർ ആണ് ഇന്നത്തെ സ്പെഷ്യൽ. ലോ കിലോമീറ്റർ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ്. ഇതൊക്കെ ഭയങ്കര കുറവല്ല. നമ്മൾ ലാസ്റ്റ് വീക്കിൽ 800 കിലോമീറ്റർ കൂടി വണ്ടി കൊടുത്തിരുന്നു. നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു 800 കിലോമീറ്റർ. അതിന് മുമ്പ് 1000 കിലോമീറ്റർ കൂടി കൊടുത്തു. ലാസ്റ്റ് വീക്ക് ഒരു പ്രട്ട കൊടുത്തു 800 നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വെച്ചായിരുന്നു. പക്ഷെ വന്ന ഉടനെ തന്നെ നമ്മളെ സുഹൃത്ത് വന്നല്ലോ, അയാൾക്ക് പോകണം എന്ന് പറഞ്ഞു നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഏതോ 1000 കിലോമീറ്റർ ഗ്രാൻഡ് വിറ്റാര 1000 കിലോമീറ്റർ കിലോമീറ്റർ അതാ പറഞ്ഞത്. ഇതിന് കമ്പനി വാറണ്ടി ഇപ്പൊ എത്ര ഉണ്ട്? 5 വർഷം കൊടുക്കണ്ടോ? MGക്ക് ഉണ്ട്. 4 വർഷം തന്നെ ഉണ്ട്. 4 വർഷം ഉണ്ടെങ്കിൽ 26 വരെ 2026 വരെ അണ്ടർ വാറണ്ടിയിൽ ലഭിക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ എത്ര? 6,000. സോറി, 6,000 ഓടി, മറന്നുപോയി. സോറി, 2022 വണ്ടി. ടീച്ചറിസ്റ്റിക് വണ്ടിയാണ്. ഞാൻ ഓടിച്ചു വന്ന വണ്ടിയാണ്. നല്ല ഡ്രൈവിംഗ് കംഫർട്ടബിൾ ഉള്ള വണ്ടിയാണ്. തിരുവനന്തപുരത്ത് എടുത്ത് വന്നിട്ട് എല്ലാം വരുന്നുണ്ട്. ആലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ അല്ല, താഴെയുള്ള മോഡലാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറുകളും വരും. അത്യാവശ്യം MGയുടെ വാഹനത്തിന്റെ പ്രത്യേകത വെച്ചാൽ അതാണ്, നമ്മൾ സാധാരണ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ കാണുന്ന
ഫീച്ചേഴ്സ് പോലും ഇവർ ബേസിലും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ കൊടുക്കും. അതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് കൂടെ പറഞ്ഞോളൂ. നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് 9,60,000 രൂപ കൊടുക്കാം. 9,60,000 2022 MG ആസ്റ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാനുവൽ ഡ്രൈവാണ് വാഹനം. എത്ര മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്? മൈലേജ് 11 റേഞ്ചിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 11 റേഞ്ച് കിട്ടിയിട്ടുണ്ട് അല്ലേ? ആവറേജ് പെട്രോളാണ്, അതുകൊണ്ടാണ് നല്ല കംഫർട്ടുള്ള വണ്ടി. ഓക്കെ, ലോണും ഒരു 100% ലോണും കിട്ടും. എല്ലാ കസ്റ്റമറാണ് 100% ഫുൾ ലോണിലൊരു SUV കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു കോമ്പാക്ട് SUV തന്നെയാണ്. ബ്രസയാണ്, വിറ്റാര ബ്രസ KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ലക്ഷ്മിക്ക് എൻ്റെ കാര്യങ്ങൾ? 2021 മാരുതി ബ്രസ സ്മാർട്ട് ഹൈബ്രിഡ്. ഓക്കെ, കിലോമീറ്റർ 53,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ, KL 11 രജിസ്ട്രേഷൻ. ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റായ ZXi പ്ലസ്. ZXi പ്ലസ് പെട്രോൾ വേരിയൻ്റ് ആണ്, ഏറ്റവും ടോപ്പ്. ഹൈബ്രിഡ് ആണ്, അത്യാവശ്യം മൈലേജ്. ഫുൾ ഹൈബ്രിഡ്, സ്മാർട്ട് ഹൈബ്രിഡ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. മൈലേജ് കമ്പനി 17 മുകളൊക്കെ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ 13-14 റേഞ്ച് കിട്ടുന്നത് അല്ലേ? ഓക്കെ, 55,000 അല്ലേ കിലോമീറ്റർ? 53,000. എത്ര ഇപ്പോൾ പ്രൈസിങ്? നമ്മൾ നെറ്റായിട്ട് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് 9,95,000 കൊടുക്കും. 9,95,000 2021 53,000 കിലോമീറ്റർ ഓടിയ സ്മാർട്ട് ഹൈബ്രിഡ് ബ്രസ ZXi പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഓട്ടോമാറ്റിക് സോറി, അത് മെയിനാണ്. വില അപ്പാട് മാറും. 1,00,000 രൂപ അടുത്ത കമന്റ് ചിലപ്പോൾ വരും. ഓട്ടോമാറ്റിക് ആണ്, ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഓക്കെ, അത് പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ കംപ്ലീറ്റ് മാറിപ്പോകും. വില ക്വാളിറ്റി വെഹിക്കിളാണ്, ഒറിജിനൽ കേരളാണ്. ഒരിക്കലും വില നല്ല വണ്ടിക്ക് കൂടുതലായിരിക്കില്ല, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ലോണും മാക്സിമം കാര്യമുള്ളൂ അല്ലേ? 9 ലക്ഷം വരെ ലോൺ വരും. നല്ല പാർട്ടിയാണ്, 9ന്റെ മുകളിൽ കിട്ടും. ഓക്കെ, ഹോണ്ട അമേസ് ഒരു കോമ്പാക്ട് സെഡാൻ വാഹനമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പാണ്. KL 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2023 മോഡല്. ഓക്കെ, അമേസ് S എന്ന് പറഞ്ഞ വേരിയന്റ്, ഓട്ടോമാറ്റിക് CVT. മിഡിൽ ഓപ്ഷൻ CVT 2023 മോഡൽ. കമ്പനി വാറണ്ടി എത്ര വരുന്നുണ്ട്? 2026 വരെ. 26 വരെ, 3 വർഷം തന്നെ ഹോണ്ടയും കൊടുക്കുന്നുണ്ട് അല്ലേ? അണ്ടർ വാറണ്ടി ഉള്ള വാഹനമാണ്. കിലോമീറ്റർ എത്ര ഓടി? വെറും 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ വെറും 16,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം. എന്താ പറയുക, S ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. പക്ഷേ എല്ലാ ഫീച്ചേഴ്സും, ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരും. എയർ ബാഗ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഫോൾഡിങ് കാര്യങ്ങളെല്ലാം വരും. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡിഫോഗറും വരില്ല. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. എന്താ മൈലേജ് ഒരു CVT ആയതുകൊണ്ട്, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു 10 മുതൽ 13 വരെയൊക്കെ ഏകദേശം 11-12 അതിൻ്റെ ഒരു റേഞ്ച് പിടിച്ചാൽ മതി. 10 to 13 ആ ഒരു റേഞ്ച് അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഓക്കെ, ഫൈനൽ 8,25,000 രൂപ. 8,25,000 രൂപയ്ക്ക് 2023 അണ്ടർ വാറണ്ടിയുള്ള CVT ഓട്ടോമാറ്റിക് S ഓപ്ഷൻ അമേസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ 1,500,000 രൂപ എന്തായാലും കിട്ടും. ഓക്കെ, ഈ ക്രെറ്റയുടെ സ്ഥാനത്ത് നമ്മൾ കാണിക്കേണ്ടിയിരുന്നത് ആ ലെജൻഡറായിരുന്നു. പുറകിൽ കാണുന്നില്ലേ? പക്ഷെ അതിപ്പോൾ കച്ചവടം, ഇപ്പം ലൈവ് കച്ചവടം അല്ലേ? ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോൾ അടുത്ത ക്രെറ്റയാണ് ഒരു വെറൈറ്റി കളർ, സ്പോർട്ടി കളർ. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2019 മോഡല്, SX ഫുൾ ഓപ്ഷൻ, ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനം. 80 ഗിയർ ബോക്സ് ആണ് വരിക. SXO ഓപ്ഷനിലാണ്, അതായത് 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. കിലോമീറ്റർ എത്ര ഓടിയത്? വെറും 29,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ. 5 വർഷം കൊണ്ടല്ലേ? 5 വർഷം കൊണ്ട് 29,000 മാത്രം ഓടിയ വാഹനം. ഓക്കെ, ഒരു ലോ കിലോമീറ്റർ SUV വേണമെന്നുണ്ടെങ്കിൽ, കോമ്പാക്ട് SUV വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. ചെറിയൊരു മൈനസ് ഉണ്ട്, മെയിൻ ഗ്ലാസ് ക്രാക്ക് ആയിട്ട് ഓടിയിട്ടുണ്ട്. ബോൾ കുടിയതാണ്, എനിക്ക് അറിയുന്ന കേസാണ്. ഞാൻ കൊടുത്ത വണ്ടിയായിരുന്നു ഫസ്റ്റ് ഓണർ, ഞാൻ കൊടുത്ത ആളാണ്. സെക്കൻഡ് ഓണർ ആയത് ഷാവുൽക്ക. ഇതിന്റെ വീട്ടിൽ നിന്ന് കുട്ടികൾ കളിക്കുമ്പോൾ ബോൾ കുടുങ്ങിയിട്ട് അടിച്ചിട്ട് അത് മാറിയിട്ടുണ്ട്. പ്രൈസിങ് എങ്ങനെയാണ് അപ്പോൾ? പ്രൈസിങ് നമുക്ക് അട്രാക്റ്റീവ് പ്രൈസ് കൊടുക്കാം. 9,75,000 കൊടുക്കാം. 9,75,000 രൂപയ്ക്ക് 2019 ഓട്ടോമാറ്റിക് SX ഓപ്ഷണൽ ടോപ്പിന്റെ ക്രെറ്റയാണ്. ഓട്ടോമാറ്റിക്, അതും ഇത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ഇടാം. അത്രേ ഉള്ളൂ. ഓക്കെ, ലോണോ മാക്സിമം കയറും. എന്തായാലും ഓട്ടോമാറ്റിക് ക്രെറ്റയാണ്. മൈലേജ് കുറവായിരിക്കും, ഒരു 10-12 റേഞ്ച് ഒക്കെ കണ്ടാൽ 10 കിലോമീറ്റർ ഉറപ്പായിരിക്കും. 10 കിലോമീറ്റർ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് ഓൾഡ് ഷേപ്പ് നിന്ന് ന്യൂ ഷേപ്പ് ക്രെറ്റയിലേക്ക് വരാം. KL 21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ കാര്യങ്ങൾ? 2022 മോഡല്, കട്ടട ടോപ്പിൽ വരുന്നത് SX ഓപ്ഷനിലാണ്. SX ഓപ്ഷനിൽ ഡീസലാണ്, മാനുവലാണ്. ഓക്കെ, മാനുവൽ വാഹനം 2022 ഡീസൽ SX ഓപ്ഷനിൽ ഒരു 17 വാട്ടൊക്കെ മൈലേജ് കിട്ടുമോ? 17 എന്തായാലും കിട്ടും, ഏകദേശം കിട്ടും. മാനുവൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് അല്ല, അതുകൊണ്ട് അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്.
ഏറ്റവും ടോപ്പിൻ്റെ 6 എയർ ബാഗ് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് അല്ലേ? കിയ സെൽട്ടോസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അതിൻ്റെ അതേ കാറ്റഗറിയിൽ വരുന്ന സെയിം മദർ കമ്പനിയുടെ വാഹനമാണ്. അപ്പോൾ അത് നോക്കുന്നവരുണ്ടെങ്കിലും ഈ ഒരു വാഹനം പ്രിഫർ ചെയ്യാൻ നല്ലൊരു കളറുമാണ് അല്ലേ? ഒരു വെറൈറ്റി കളറുമാണ്, അടിപൊളി കളറാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇതിനിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 17,45,000 രൂപ കൊടുക്കാം. 17,45,000 2022 വാഹനം SX ഓപ്ഷനിൽ ഡീസൽ കിലോമീറ്റർ പറഞ്ഞിട്ടില്ല, 26,000 കിലോമീറ്റർ. ഡീസൽ വണ്ടിയിൽ വളരെ കുറഞ്ഞ ഓട്ടം. അതായത് ഒരു പെട്രോൾ വണ്ടി ഓടുന്ന കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ഡീസൽ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്രയും ലോ കിലോമീറ്ററിൽ ഒരു അടിപൊളി ഡീസൽ വാഹനം കോമ്പാക്ട് SUV ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം അല്ലേ? ഓക്കെ, ലോണ് എത്ര കയറും? ലോണ് 16 എന്തായാലും കയറും. 16 കയറും. ഓക്കെ, നേരത്തെ നമ്മളൊരു ഡീസൽ സോണറ്റ് കണ്ടു. അടുത്തത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ IMT-യുടെ കാര്യം പറയുന്നു. ആ IMT വെഹിക്കിളാണിത്. KL എവിടെയാ? 64 ചാലക്കുടി രജിസ്ട്രേഷൻ വാഹനമാണ് കിയ സോണറ്റ്. എങ്ങനെയാ കാര്യങ്ങൾ? 2022 മോഡല് സോണറ്റ് HTK+ എന്ന വേരിയന്റ് ആണ്. HTK+ ആണ്. HTK+ എന്താ വെച്ചാൽ 2022 ശേഷം സൺറൂഫും പുഷ് ബട്ടൺ സ്റ്റാർട്ടും വന്നിട്ടുണ്ട്. ആ മോഡലാണ്. ഓക്കെ, ആ മോഡല് പുഷ് ബട്ടൺ ഉണ്ട്, സൺറൂഫ് വരുന്ന മോഡല്. ഓക്കെ, 2022 വന്നതാണ് അല്ലേ ആ ഒരു ഇത്. ബാക്കി കിലോമീറ്റർ 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. നോർമൽ ഓട്ടം, കറക്റ്റ് സർവീസ്. വാറണ്ടി 26 വരെ, 25 വരെ വാറണ്ടി. 25 വരെ അല്ല, 22. ഓക്കെ, 25 വരെ അണ്ടർ വാറണ്ടി ഉള്ള വാഹനമാണ്. അതായത് ഗിയർ നമുക്ക് മാനുവലി മാറാൻ സാധിക്കും, പക്ഷേ മാറിയില്ലെങ്കിലും ഡ്രൈവ് ചെയ്യാൻ പറ്റും. ക്ലച്ച് ഉണ്ടാവും. ഓക്കെ, ക്ലച്ച് ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. കാലിന് വേദന ഉള്ളവർക്ക് പ്രശ്നമില്ല. സ്പീഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് 9,30,000 രൂപ. 9,30,000 2022 HTK+ IMT സോണറ്റ് പെട്രോൾ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. മൈലേജ് ഒരു 12-15 റേഞ്ചൊക്കെ ഉണ്ടാവില്ലേ? 12-13 എന്തായാലും കിട്ടും. ആ റേഞ്ച് കിട്ടും അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. Volkswagen Virtus KL 2 കൊല്ലം ജില്ല രജിസ്ട്രേഷൻ വാഹനമാണ്. എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു സെഡാൻ കാറ്റഗറിയിൽ സേഫ്റ്റി പെർഫോമൻസ് എല്ലാം ഉള്ള ഒരു അടിപൊളി വാഹനം അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡല് വിർട്ടസ് 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ടോപ്പ് ലൈൻ, ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. ഓക്കെ, ഓട്ടോമാറ്റിക് ടോപ്പ് ലൈന് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഇതിന്റെ ഗിയർ ബോക്സ് ഏതാ വരുന്നത്? ടോർക്ക് കൺവെർട്ടർ ആണ് വരിക. 1.5 GT-യിലാണ് മറ്റേ DSG ഗിയർ ബോക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് TSI ഇതാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? 40,000. 40,000. വാറണ്ടി എക്സ്റ്റൻഡ് അങ്ങനെ എന്തൊക്കെ ചെയ്തോ? വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്യാം. വാറണ്ടി നിലവിലുണ്ട്. ഇപ്പോൾ നിലവിലുണ്ട്. 25 വരെ ആയിരിക്കും. ഓക്കെ, വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ബാക്കി പ്രൈസ് വന്നിട്ട് നമുക്ക് 14,40,000 രൂപ കൊടുക്കാം. 14,40 2022 ടോപ്പ് ലൈൻ ഓപ്ഷൻ വരുന്ന ഓട്ടോമാറ്റിക് 1 ലിറ്റർ വിർട്ടസ് Volkswagen വിർട്ടസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. സ്കോഡ സ്ലാവിയ നോക്കുന്നവരുണ്ടെങ്കിൽ രണ്ട് സെയിം ആണ്, ഏകദേശം ചെറിയ മാറ്റങ്ങൾ, ഡിസൈനിലുള്ള മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെവർക്കും ഇത് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ. ലോൺ എത്ര കയറും ഇതിൽ? 13.5 ലക്ഷം വരെ കയറും അല്ലേ? ഓക്കെ, അത്യാവശ്യം ഒരു സർവീസ് കോസ്റ്റ് വരുന്നൊരു വണ്ടിയാണ്. എത്ര വരും Volkswagen ഏകദേശം അറിയാമോ? റെഗുലർ സർവീസിന് ഒരു Volkswagen നോർമൽ ഇത് വരുന്ന 12,000-15,000 വരും. 15 ചോടായിട്ട് വരും. 15 ചോടായിട്ട്. ഓക്കെ, വീണ്ടും ഒരു സെഡാൻ വാഹനം Hyundai Verna KL 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. പക്ഷേ ഇവർക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡല്, ഒരു വർഷമായിട്ടുള്ളൂ. ഓക്കെ, 16,000 കിലോമീറ്റർ മാത്രം ഓടിയ വെർണ പെട്രോൾ മാനുവൽ ടോപ്പ് എൻഡ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ. ടോപ്പ് എൻഡ് പെട്രോൾ മാനുവൽ 2023 വാഹനമാണ്. വാറണ്ടി 26 വരെ ലഭ്യമായിരിക്കും. കിലോമീറ്റർ വെറും 16,000 മാത്രം. വന്നതേ ഉള്ളൂ. പോലീസൊന്നും RF കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ കയറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്ത് ക്ലീൻ ആക്കി നല്ല കയ്യിലേക്ക് തരും. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ പ്രൈസ് എങ്ങനെയാ? നമുക്ക് 10,25,000 രൂപ. 10,15 ലക്ഷം രൂപയ്ക്ക് 2023 ടോപ്പ് എൻഡ് പെട്രോൾ വർണ്ണ നിങ്ങൾക്ക് സ്വന്തമാക്കാം. മൈലേജ് ഒരു 10-12 റേഞ്ചിലൊക്കെ ഉണ്ടാവില്ല, അത്രയും കണ്ടാൽ മതി. പവർഫുൾ എഞ്ചിൻ വരുന്ന വാഹനമാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനം ഹോണ്ട സിറ്റി ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? 2014 മോഡല് ഹോണ്ട സിറ്റി ഡീസൽ S എന്ന വേരിയന്റ്. ഒരൊറ്റാൾ മാത്രം യൂസ് ചെയ്ത കറക്റ്റ് കമ്പനി സർവീസുള്ള ഒരു 80,000 കിലോമീറ്റർ മാത്രം ഓടി KL 11 അഡ്വക്കേറ്റ് യൂസ് ചെയ്ത വാഹനം. ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും, 20 അബവ് മൈലേജ് ഉണ്ടാവും. 2014 മിഡിൽ ഓപ്ഷനാണ്. ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന വാഹനമാണ്. എത്ര കൊടുക്കാൻ പറ്റും ഇത്? നമ്മൾ ആസ്ക് ചെയ്തത് 5,40,000 രൂപ. 5,40 2014 ഡീസൽ ഹോണ്ട സിറ്റി S ഓപ്ഷൻ 80,000 കിലോമീറ്റർ ഓടിയ കേരള ഒറിജിനൽ കാലിക്കറ്റ് രജിസ്ട്രേഷൻ, ഫുള്ളി കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള ഒരു അടിപൊളി മൈലേജ് കിങ് വാഹനം കൊണ്ടുപോകാം. ഓക്കെ, മെയിൻ്റനൻസ് കുറവായിരിക്കും. അതേപോലെ തന്നെ
അപ്പോൾ അടിപൊളി ഒരു എത്ര ലോണ് കയറും? ഒരു 5 ലക്ഷം കിട്ടും. 4 ലക്ഷം രൂപ എന്തായാലും കിട്ടും. 4 എന്തായാലും കിട്ടും. ആ ഒരു ഇയർ പഴക്കായിരിക്കും വർഷത്തിൽ. 2014 ഓക്കെ, അത്രയേ ഉള്ളൂ. നല്ലൊരു മൈലേജ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കണ്ണും പൊട്ടിയെടുത്തു, വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ? ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മുടെ ആനിവേഴ്സറി ആഘോഷങ്ങളും ഓണാഘോഷങ്ങളും ഒക്കെ വരാനുണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഗിവ് അവേ നമ്മൾ പുറകിൽ വരുന്നുണ്ട്. അടുത്ത വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യും. നമ്മൾ ഗിവ് അവേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്ത് വണ്ടി വാങ്ങിക്കുന്നവർക്കല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും, വ്യൂവേഴ്സിനും നമുക്ക് നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. അതെ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ടുള്ള ഒരു നന്ദി അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്റ്റിനുള്ള കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഇതാ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്, റൈറ്റ് ഓഫ് കോർണറിൽ. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും, മറന്നുകൊണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്ത് തന്നെയാലും നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ഷബീർ ഖാൻ, നന്ദി, ബൈ.